നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പനേങ്ക പെനാൽറ്റി, ഒരു കിടിലൻ ഫ്രീ കിക്ക് ഗോൾ. റയൽ മാഡ്രിഡിൽ കിലിയൻ എംബാപ്പെ ആറാടുകയാണ്. എംബാപ്പയുടെ മികച്ച 2 ഗോളുകളുടെ ബലത്തിൽ 3-2 ലഗാനസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു റയൽ മാഡ്രിഡ്. ഈ ഗോളുകളോടെ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ഡെബ്യൂ സീസണിൽ റയലിനായിട്ട് എത്ര ഗോളുകൾ നേടിയോ അത്രയും ഗോളുകൾ തന്നെ ഇപ്പോൾ കിലിയൻ എംബാപ്പയും നേടിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ എംബാപ്പെ CR7 ഒപ്പം എത്തിയ മത്സരത്തിൽ റയലിന് വിജയം എന്ന് പറയാം. എംബാപ്പയെ കൂടാതെ ജൂഡ് ബെല്ലിംഗാമാണ് റയലിൻ്റെ ശേഷിക്കുന്ന ഗോൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ലഗാനസിന് വേണ്ടി ഗാർഷ്യയും റാബയുമാണ് ഗോളുകൾ നേടിയത്. സാന്റിയാഗോ ബെർണാബുവിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പെ, ഡയസ്, ജൂഡ് ബെല്ലിംഗാം, ഗ്യൂളർ എന്നിവരൊക്കെ ആദ്യ 11-ൽ ഒരുമിച്ചിറങ്ങി. കളിയുടെ 32-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ എംബാപ്പെ റയലിനെ മുന്നിലെത്തിച്ചു. എന്നാൽ തൊട്ടു പിന്നാലെ ഗാർഷ്യയിലൂടെ ലഗാനസ് ഒപ്പം പിടിക്കുന്നു. 41-ാമത്തെ മിനിറ്റിൽ അവർ റാബയിലൂടെ ലീഡും പിടിക്കുന്നു. ഇടവേള സമയത്ത് 2-1 ലഗാനസ് ആണ് മുന്നിൽ. പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിലെ ജൂഡ് ബെല്ലിംഗാമിലൂടെ റയൽ മാഡ്രിഡ് ഒപ്പമെത്തി. ഒടുവിൽ കളിയുടെ 76-ാമത്തെ മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക്, അതും മനോഹരമായിട്ട് എംബാപ്പെ വലയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഫ്രാൻ ഗാർഷ്യയെ അവിടെ നിർത്തി ബോളൊന്ന് റോൾ ചെയ്ത് കൊടുത്തു. അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു. എംബാപ്പയുടെ കിടിലൻ ഷോട്ട് അതാ വലയിൽ കിടക്കുന്നു. റയൽ ലീഡെടുത്തു. 3-2 എന്ന രൂപത്തിൽ ഒടുവിൽ അവർ വിജയിച്ചു കയറി. ഈ വിജയത്തോടുകൂടി ഇപ്പോൾ 29 കളികളിൽ നിന്ന് ബാഴ്സക്കൊപ്പം 63 പോയിന്റ് ആയിട്ടുണ്ട് റയലിന്. പക്ഷേ ബാഴ്സ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. അവരുടെ ഇന്നത്തെ മത്സരം ജിറോണക്കെതിരെ വിജയിച്ചാൽ ബാഴ്സലോണ ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പോഴും അവർ ഒന്നാം സ്ഥാനത്താണ്. പക്ഷേ 3 പോയിന്റിന്റെ ലീഡ് അവർ സ്വന്തമാക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.